എല്ലാവർക്കും ലവ് ആൻഡ് ലവ് ഉള്ള യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ കാലത്തിന് ശേഷം ആലപ്പുഴ ബീച്ചിലേക്ക് നമ്മളിന്ന് പോവുകയാണ്. കൊറോണയ്ക്കൊക്കെ മുമ്പ് ഇടയ്ക്ക് നമ്മൾ പോയിക്കൊണ്ടിരുന്നതാണ്. പിന്നീട് ഇപ്പോൾ ഒത്തിരി നാളായി. വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 8-9 കിലോമീറ്ററോളം ദൂരം ഉണ്ട് ബീച്ചിലേക്ക്. അപ്പോൾ നമുക്ക് ഒരു ഈവനിങ് ബീച്ചിൽ സ്പെൻഡ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ ഇറങ്ങിയാണ്. ഞാനും വൈഫും അനിയനും കൊച്ചുമുണ്ട്. വൈഫിൻ്റെ കാലിനൊരു സ്പ്രെയിനും ഇഞ്ചുറിയൊക്കെ ആയിട്ട് കുറേ ദിവസമായിട്ട് ബെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അത് ഒന്ന് ഒരുവിധം റിക്കവറായി വന്നപ്പം ഒന്ന് വെളിയിലൊക്കെ ഒന്ന് പോകാം എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് ഇന്ന് ബീച്ചിലേക്ക് പോകുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ കൊച്ചിന് ബീച്ചിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒന്ന് ബീച്ചിൽ പോകാമെന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ഇറങ്ങിയേക്കാണ്. ആലപ്പുഴ ബീച്ചിനോട് ചേർന്ന് ലൈറ്റ് ഹൗസ് ഉണ്ട്. ലൈറ്റ് ഹൗസിലൊക്കെ ഞങ്ങൾ നേരത്തെ കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ലൊരു കയറ്റം ഉള്ള ഒരിതായതുകൊണ്ടും വൈഫിന് പറ്റാത്തതുകൊണ്ടും അവിടെ ഒന്നും പോകുന്നില്ല. ജസ്റ്റ് ബീച്ചിലൊന്ന് കറങ്ങാം എന്നുള്ളൊരു പ്ലാനിലാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൻ്റെ വർക്ക് ഓൾമോസ്റ്റ് ഫിനിഷിങ് സ്റ്റേജിലാണ്. ഇപ്പോൾ പള്ളാത്തുരുത്തി പാലത്തിൻ്റെ ഒരു സൈഡ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. ഈ പാലം എനിക്ക് 1.5 വയസ്സുള്ള സമയത്താണ് ഇതിൻ്റെ ഉദ്ഘാടനം നടന്നത്. അപ്പോൾ അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഈ പാലം വീണ്ടും മെയിൻറ്റെയിൻ ചെയ്ത് വലുതാക്കുന്നു എന്നത് വളരെ സന്തോഷമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇത് വളരെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ബീച്ചിൽ നല്ല തിരക്കുണ്ട്. വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ തന്നെ നല്ല തിരക്ക്. അത്യാവശ്യം നല്ല ക്രൗഡുണ്ട് ബീച്ചിൽ. ബീച്ചിലിപ്പോൾ ഒരു അട്രാക്ഷനാണ് കുതിര സവാരി. വരണേ 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 അവനെ കുതിരപ്പുറത്ത് കയറ്റാം. വർഷങ്ങൾക്ക് ശേഷം ഈ ബൈപ്പാസ് വന്നത്, ഇപ്പോൾ കാണുന്ന ബൈപ്പാസാണ്. ഈ ബൈപ്പാസ് വന്നത് ഒരു നല്ല കാര്യമായിട്ട് തോന്നുന്നുണ്ട്. കാരണം കൊല്ലം തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്ന വണ്ടികൾക്ക് പെട്ടെന്ന് മുറിച്ച് കിടക്കാൻ പറ്റുന്ന ഒരു വലിയ കാര്യം തന്നെ. ഇതാണ് ഹാങ് ചലഞ്ച്. ഇതിൽ തൂങ്ങിക്കിടന്ന് ഒരു 120 സെക്കൻഡ് അല്ലെങ്കിൽ 150 സെക്കൻഡൊക്കെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. 150 സെക്കൻഡ് നിൽക്കുന്നവർക്ക് 2000 രൂപയും 120 സെക്കൻഡോളം തൂങ്ങിക്കിടക്കുന്നവർക്ക് 1000 രൂപയെന്നൊക്കെ എഴുതി വെച്ചിട്ട് ഇവിടെ പരിപാടി നടക്കുന്നുണ്ട്. ചിലരൊക്കെ അത് അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ട്. നല്ല സപ്പോർട്ടാണ് ആളുകൾ നൽകുന്നത്. കൈകൊട്ടി പ്രോത്സാഹിപ്പിക്കുന്നതൊക്കെ വേണം. അതൊരു കൈക്ക് നല്ല പവറുള്ളവർക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ വെള്ളക്കുതിര വരുന്നുണ്ട്. കൊച്ചിനെ ആ വെള്ളക്കുതിരയിൽ നിന്ന് കയറ്റിയാലോ എന്നുള്ളൊരു ആലോചന. കൊച്ചിൻ കയറും, നീ കൂടെ കയറിയാ മതി. കുതിര സവാരി എന്ന് പറഞ്ഞാൽ അവർ കുതിര അവിടെ നിന്ന് ഒന്ന് കറക്കി തിരിച്ചു കൊണ്ടുവരും. അപ്പോൾ അതിൽ കുട്ടികൾക്ക് 100 രൂപയും വലിയവർക്ക് 150 രൂപയാണ്. അപ്പം ഒരു മുതിർന്ന ആൾ ഒരു കുട്ടിയും കൂടെ കയറി 200 രൂപ എന്നാണ് അവർ പറയുന്നത്. ഞാൻ ഇതിനകത്ത് എടുക്കുന്നുണ്ട്.
അങ്ങനെ കുതിരപ്പുറത്തൊക്കെ കയറി കഴിഞ്ഞ് കൊച്ചു ഹാപ്പിയാണ്. ഇനിയിപ്പോൾ കടൽ കാണാനുള്ള പരിപാടിയാണ്. ഈ സൂര്യാസ്തമന സമയത്ത് കടൽ കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണ്. മൊത്തത്തിലൊരു റെഡിഷ് ലുക്കാണ് എല്ലായിടത്തും. അങ്ങ് ദൂരെ കാണുന്ന കാലുകൾ കടൽപ്പാലത്തിൻ്റെ അവശേഷിപ്പുകളാണിപ്പോൾ. ഒരു കാലത്ത് ആലപ്പുഴയുടെ പ്രൗഢിയായിരുന്നു. ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ കടൽപ്പാലത്തിലൂടെ കയറി നടന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ഈ പാലം പൂർണ്ണമായിട്ടുണ്ടായിരുന്നു. പിന്നീട് അതിന് ശേഷം അത് ഉപയോഗിക്കാതെ കടന്ന് നശിച്ചു പോവുകയാണ് ഉണ്ടായത്. ഇപ്പോൾ അതിൻ്റെ കാലുകൾ മാത്രമാണ് നിലവിലുള്ളത്. അതും ദ്രവിച്ച് ഒരു പരുവമായി നിൽക്കുന്ന അവസ്ഥയിലാണ്. കടലും ആനയും ഒക്കെ എത്ര കണ്ടാലും മതിയാവില്ല എന്നാണ് പറയുന്നത്. ഒരു ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കടലുണ്ടെങ്കിൽ ഭയങ്കര ഇതായിരിക്കും. സമയം അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പം ലൈറ്റൊക്കെ പോയി തുടങ്ങി. അപ്പോൾ പതിയെ ഞങ്ങൾ ബീച്ചിൽ നിന്നും എന്തെങ്കിലും കഴിക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി അങ്ങോട്ട് നടക്കുകയാണ്. ഇതാണ് ആലപ്പുഴയുടെ വിളക്കുമാട് എന്നറിയപ്പെടുന്ന ലൈറ്റ് ഹൗസ്. രാത്രിയുടെ ഭംഗിയിൽ ലൈറ്റ് ഹൗസ് മനോഹരമായിരിക്കുന്നു.
1862 ഇത് നിർമ്മിച്ചതെന്ന് കേട്ടിട്ടുണ്ട്. ദിവസവും ഒരുപാട് പേര് ഈ ലൈറ്റ് ഹൗസ് സന്ദർശിക്കുന്നുണ്ട്. ലൈറ്റ് ഹൗസിന് സൈഡിലെ റോഡിലൂടെ നടന്നു പോകുമ്പോൾ നമുക്ക് അവിടെ കുറേ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ കാണാൻ പറ്റും. ഇതിലൊരു റെസ്റ്റോറൻറ്റിലാണ് ലാസ്റ്റ് ടൈം നമ്മൾ വന്നപ്പോൾ കഴിച്ചത്. അന്ന് അതിൻ്റെ പേര് അച്ചായനസ് എന്തോ ആയിരുന്നു. ഇപ്പം അതിൻ്റെ പേര് മാറിയിട്ടുണ്ട്. ദുനിയാവ് എന്നാണ് ഇപ്പോൾ കാണാൻ സാധിച്ചത്. ഇത് തന്നെയായിരുന്നു അല്ലേ? പക്ഷെ പേര് മാറ്റിയല്ലോ ഇപ്പോൾ. കയറി കയറിക്കോ. ഇതാണ് ദുനിയാവ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ കയറി ഫുഡ് ഓർഡർ ചെയ്യാണ്. രണ്ട് വാനിൽ ഒരു ബട്ടർ സ്കോച്ച് ആയിട്ട് വന്നാൽ മോമോസ് ഉണ്ട്. മോമോസ് ഉണ്ട്, ഫ്രൈഡ് ആണ് വരുന്നത്. ചിക്കൻ ഉണ്ട്, വെജ്. അങ്ങനെ കൊച്ചിന് ഐസ്ക്രീം വാങ്ങിച്ചു. അതുപോലെ തന്നെ മോമോസ് ഫ്രൈഡ് ആണുള്ളത്, സ്റ്റീംഡ് ഇല്ല എന്ന് പറയാം. അങ്ങനെ ഞങ്ങൾ ഫ്രൈഡ് വാങ്ങിച്ചു. സ്റ്റീംഡ് മോമോസ് ആണ് ഉദ്ദേശിച്ചത്, പക്ഷെ അതില്ലായിരുന്നു. ഫ്രൈഡ് മോമോസ് ആണ് വന്നത്. എന്തായാലും അത് നല്ലതായിട്ടുണ്ടായിരുന്നു. കഴിച്ചു. ഡ്രിങ്ക്സ് ആയിട്ട് ഞങ്ങൾ മൊജിറ്റോയും അതുപോലെ ലൈമും മിൻറ്റ് ലൈമും ഒക്കെ ഓർഡർ ചെയ്തു. പിന്നീട് ഞങ്ങൾ സിസ്വാൻ ചിക്കൻ ബർഗറാണ് ഓർഡർ ചെയ്തത്. അത് 3 ഓർഡർ ചെയ്തു. പിന്നെ അതുപോലെ കൊച്ചിന് ഫ്രഞ്ച് ഫ്രൈസ് ഓർഡർ ചെയ്തു. നല്ലതായിരുന്നു, ബർഗറൊക്കെ നല്ലതായിരുന്നു. ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ അടിപൊളി സൂപ്പറായിരുന്നു. ഫുഡ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിനു മുമ്പ് ഞങ്ങൾ ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങളിപ്പോൾ തിരികെ വീട്ടിലേക്ക് പോവുകയാണ്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.